എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ അപ്പാപ്പൻ ആളാണെങ്കിൽ ലൂഫിയോട് തീർത്ത് പറയും, ഒരു കാരണവശാലും നീ ഇനി തിരിഞ്ഞോടാനായിട്ട് പാടില്ല. നിന്റെ ഉള്ളിൽ ഒരുപാട് പവറുണ്ട്, എന്നെ രക്ഷിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് അത്രയും വലിയ ബെൽറ്റ് പോലും നീ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയും പോവില്ല. ഈ ബിഗ് മോമിനെ തോൽപ്പിച്ച് നീ എന്നെ സേവ് ചെയ്യണം. അതിന് ലൂഫി പറയും, ഒരുപക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് വരാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ പോലും നഷ്ടമാവാം. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല, ഒരു കുഴപ്പമില്ല, ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറയും. ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് റെയിലിയെ കുറിച്ച് ആലോചിക്കും. കാരണം ലൂഫിയുടെ മാസ്റ്ററാണ് റെയിലി ഉപയോഗിക്കുന്നത് പോലെ ഹോക്കി പവർ ലൂഫിയെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അവൻ അറിയില്ല. പക്ഷെ അവൻ അവന്റെ ബെസ്റ്റ് കൊടുക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ലൂഫി ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ റെയിലി ആണെങ്കിൽ ആ മർമെയ്ഡ് പെണ്ണിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കഴുത്തിലിട്ടിരിക്കുന്ന ഈ ഒരു ബെൽറ്റ് അത് കീ ഇല്ലാതെ ഞാൻ നിനക്ക് അഴിച്ചു തരുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അവളോട് വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത ആ ബെൽറ്റ് പൊട്ടിത്തെറിക്കുമെന്ന് പറയും. പക്ഷെ ആളത് മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ ഫിംഗർ ഉപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ബെൽറ്റ് അഴിച്ച് അവളെ മോചിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ ലൂഫി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുകയാണ്. ആക്ച്വലി അപ്പാപ്പനെ രക്ഷപ്പെടുത്താനുള്ള ആ വെപ്രാളത്തിനിടയിൽ അവൻ എങ്ങനെയോ ആണ് ആ ഹോക്കി പവർ ഉപയോഗിച്ച് ആ ബെൽറ്റ് ഈസി ആയിട്ട് പൊട്ടിച്ചത്. പക്ഷെ അതെങ്ങനെയായിരുന്നു എന്ന് അവനിപ്പോൾ ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ലൂഫി അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. അപ്പാപ്പൻ ലൂഫിയോട് പറയും, നീ യൂസ് ചെയ്തത് വളരെ റയർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നീ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും അതുപോലെ ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് സാധിക്കും. ലൂഫി ആണെങ്കിൽ ഇത്രയും കാലവും ശ്രമിച്ചത് ആ ഒരു കളർ ഓഫ് ഹോക്കി പവർ അത് സ്വായത്തമാക്കാനാണ്. സോ അവനവന്റെ ഫുൾ സ്ട്രെങ്ത്തും കഴിവും എബിലിറ്റിയും ഫോക്കസും കൊടുത്ത് വീണ്ടും ആ ഒരു പവർ പ്രയോഗിക്കാനായിട്ട് അങ്ങനെ തയ്യാറായിട്ട് നിൽക്കും. പൂർണ്ണും ഇപ്പൊ ലൂഫിയുടെ മേലെ നല്ല വിശ്വാസമുണ്ട്. ലൂഫിക്ക് തീർച്ചയായിട്ടും ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി അത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവനും ലൂഫിക്ക് ഫുൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ സ്ട്രെങ്ത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തെടുക്കും. പക്ഷെ അപ്പോഴേക്കും ബിഗ് മോം അവൾ നിലത്താഞ്ഞൊരടി. ആ ഒരു അടിയില് ലൂഫിയും നമ്മുടെ അപ്പാപ്പനും അവർ രണ്ടുപേരും തെറിച്ചുപോയി ആ ചുമരിൽ പോയി ആഞ്ഞടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ആ ചുമരുകൾക്കിടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വരും. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ ആണി തറച്ചിരിക്കുന്നത് പോലെ ആ ചുമരിലങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പാപ്പന് അനക്കമില്ല. ലൂഫി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അപ്പാപ്പനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ആൾക്കാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. അപ്പാപ്പൻ അവസാനമായിട്ട് ലൂഫിയോട് പറയും, നീ ഉപയോഗിക്കുന്ന ആ ഹോക്കി പവർ അതൊരു ഇൻവിസിബിൾ ആർമർ പോലെയാണ്. അത് നിനക്ക് ഒരു പ്രൊട്ടക്ടറായിട്ടും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നിനക്കത് ഉപയോഗിച്ച് ഓപ്പണന്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ടും കഴിയും. നിന്റെ പവർ അത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഓപ്പണന്റിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ തന്നെ അവന്റെ ഇന്റേണൽ ഓർഗൻസ് അടക്കം എല്ലാം തന്നെ നിനക്ക് തകർക്കാൻ പറ്റും. ആ ഒരു ബെൽറ്റ് ഊരുന്ന സമയത്തും നീ ഇതേ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. സോ വീണ്ടും നീ അതിനുവേണ്ടി ട്രൈ ചെയ്യണമെന്ന് പറയും. ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവിടേക്ക് ഓടി അടുക്കും. ഓ, എന്റെ അത്രയും വലിയ അറ്റാക്കിലും നിങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും അടുത്ത അറ്റാക്കിൽ രണ്ടുപേരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് അവൾ പറയും. അപ്പാപ്പനാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് പറയും, നിന്റെ ഉള്ളിലും ആ ഹോക്കി പവർ ഉണ്ട്, തീർച്ചയായിട്ടും നീ ജയിക്കുമെന്ന് പറഞ്ഞ് ആളങ്ങനെ മരിച്ചു പോവാണ്. ലൂഫി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അപ്പാപ്പന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. ചുറ്റും ഉണ്ടായിരുന്ന ആ വാർഡനും വൈസ് വാർഡനും ഒക്കെ ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അപ്പാപ്പന്റെ കഥ കഴിഞ്ഞതിൽ അവർക്കാണെങ്കിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നും. അതേസമയം ഇവിടെ ക്വീന്റെ ബോഡിയിലാണെങ്കിൽ ചെറിയൊരു അനക്കം. ബിഗ് മോം ആണെങ്കിൽ അപ്പാപ്പന്റെ കാറ്റ് പോയതൊന്നും ശ്രദ്ധിക്കാതെ അപ്പാപ്പനെ വീണ്ടും ഇടിക്കാൻ ചാടി അടുക്കും. അപ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ്. മരിച്ചു കിടന്ന അപ്പാപ്പൻ ആ ഒരു പഞ്ച് കണ്ട് ചാടി ഓടുകയാണ്. ആക്ച്വലി നമ്മുടെ അപ്പാപ്പൻ ഇമോഷണലായിട്ട് സംസാരിച്ച് ലൂഫിയുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്ത് അവന്റെ പവർ പുറത്തെടുക്കാൻ ശ്രമിച്ചു. അത് ലൂഫിക്കും ഇപ്പൊ പിടികിട്ടും. അപ്പാപ്പന്റെ കാറ്റ് പോയില്ല എന്നറിഞ്ഞ് അവന് ഭയങ്കര സന്തോഷം. അതേസമയം ഇവിടെ ക്വീൻ ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. ഒരു ചുരുട്ടെടുത്ത് വായിൽ വെച്ച് കത്തിക്കാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ ബിഗ് മോം അവന്റെ പിന്നാലെ വരുന്നത് കണ്ട് 100-110 ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ പ്രിസന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കും. അവർക്കാണെങ്കിൽ പുറത്ത് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. വലിയ ഒരുപാട് ശബ്ദങ്ങൾ മാത്രമായിരിക്കും അവർ കേൾക്കുക. സ്നെയിലിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പലതവണ അവർ നിർത്താതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സ്നെയിലാണെങ്കിൽ കണക്ട് ആവുന്നില്ല. അവരുടെ മുൻപിലുള്ള ആ വലിയ ഗേറ്റ് അത് വാർഡന് മാത്രമേ തുറക്കാനായിട്ട് കഴിയൂ. അവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്തോറും ആ ശബ്ദം അത് അവരുടെ അടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ ആ ഇരുമ്പ് ഗേറ്റിന്റെ തൊട്ടടുത്തെത്തും. മോം അവൾ ആ ഗേറ്റിൽ ആഞ്ഞടിച്ച് ആ ഗേറ്റ് തകർക്കുകയാണ്. ബിഗ് മോമിനെ കാണേണ്ട താമസം എല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഒരു ബ്ലാക്ക് മാനെ കാണിക്കും. അവനാണെങ്കിൽ ലൂഫി അത്ഭുതത്തോടു കൂടെ നോക്കുകയാണ്. ഇവിടെ ബിഗ് മോം ഒരു ഭ്രാന്തിളകിയ വിത്തുകളെ പോലെ അവിടെ മുഴുവനും ഉഴുതു മറിക്കുകയാണ്.
ഭാഗത്ത് ക്വീൻ്റെ ചുറ്റുമുള്ള സോൾജിയേഴ്സ് അവരാണെങ്കിൽ പരസ്പരം പറയും നമ്മൾ ഈ ഫൈറ്റിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. എംപററിൽ ഒരാളായിട്ടുള്ള ബിഗ് മോം ആണത്. നമുക്കൊരിക്കലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. നമ്മുടെ എല്ലാവരുടെയും ക്വീനിനെ പോലും ഇടിച്ചു വീഴ്ത്തിയ പവർഫുള്ളായ ആളാണ് ബിഗ് മോം. സോ നമുക്ക് എത്രയും വേഗം നമ്മുടെ ജീവൻ രക്ഷിച്ച് പോകണമെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ ക്വീൻ അങ്ങനെ ചാടി എഴുന്നേക്കാണ്. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അപമാനിച്ച് സംസാരിക്കും. തീർച്ചയായിട്ടും അവൾക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. ആ ബിഗ് മോം കൈഡോയുടെ ടെറിട്ടറിയിലേക്ക് വന്നിട്ടാണ് എന്നെ വെല്ലുവിളിച്ചത്. എന്റെയും കൈഡോയുടെയും പവർ അത് അവൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവളെ ലക്ഷ്യമാക്കി നടന്നടുക്കുകയാണ്. ഇവിടെ ബിഗ് മോമും ലൂഫിയും അവരാണെങ്കിൽ ഓരോ പ്രിസൺസ് ഒക്കെ തകർത്ത് മുൻപോട്ടേക്ക് ഓടുകയാണ്. അങ്ങനെ ഒരു നിർത്താതെ പ്രിസൺസ് തകർക്കും തോറും അതിലുണ്ടായിരുന്ന പ്രിസണേഴ്സ് അവർ പുറത്തേക്ക് രക്ഷപ്പെട്ട് വരാനായിട്ട് ആരംഭിക്കും. സോൾജേഴ്സ് ആണെങ്കിൽ പാനിക്കായി പ്രിസണേഴ്സിനെ പിടിക്കണോ അതോ അവരുടെ ലൈഫ് അത് സേവ് ചെയ്യണോ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആവാനായിട്ട് തുടങ്ങും. ലൂഫിയും ബിഗ് മോമും ഇതുപോലെ 2 റൗണ്ട് ഓടിക്കഴിഞ്ഞ ആ ഒരു ജയിൽ മുഴുവനായിട്ടും തകർന്നു വീഴും. കൈഡോ അത് കണ്ട് ഉക്കാവും. ഇവിടെ ക്വീൻ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പല ഇൻസ്ട്രക്ഷൻസും കൊടുക്കും. നമ്മൾ വളരെയധികം കെയർഫുള്ളായി വിവരമായി ഈ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അവളെ തോൽപ്പിക്കാനായിട്ട് പറ്റുമെന്ന് പറയും. അതേസമയം ബിഗ് മോം അവരാണെങ്കിൽ ഒരു ഇരുമ്പ് റാഡൊക്കെ കറക്കി കറക്കി ലൂഫിയുടെ തൊട്ടടുത്തേക്ക് എത്തും. അപ്പോൾ ഓരോരോ പ്രിസണേഴ്സിനെ ആണെങ്കിൽ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. പിന്നെ അവന്റെ അസിസ്റ്റൻസിനോട് പറയും നമ്മുടെ ഈ ഒരു പ്രിസൺ അത് റൗണ്ട് ഷേപ്പിലാണുള്ളത്. സോ ലൂഫിയുടെ പിന്നാലെ പോയി ബിഗ് മോം കറങ്ങി കറങ്ങി നമ്മുടെ മുൻപിലെത്തും. സോ നമ്മളിവിടെ വലിയൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ബിഗ് മോം ആ ട്രാപ്പിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ദൂരത്തായിട്ടാണെങ്കിൽ ആ സാമുറായി പെണ്ണ് അവൾക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും കണ്ട് നോക്കി നിൽക്കാനാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ നോക്കി നിൽക്കാൻ. ആ ബിഗ് മോം അവൾ തീർച്ചയായിട്ടും ലൂഫിയെ ഇല്ലാതാക്കും. മാത്രമല്ല ഇവിടെയുള്ള അപരാധികളായിട്ടുള്ള ഒരുപാട് പ്രിസണേഴ്സിന് അവരുടെ ജീവൻ നഷ്ടാവും. സോ ഞാൻ എങ്ങനെയെങ്കിലും ബിഗ് മോമിനെ തടയുമെന്ന് പറഞ്ഞ് അവൾ ഓടും. കണ്ട ചോപ്പർ ആണെങ്കിൽ അവളുടെ മുൻപിലേക്ക് ചാടി വീണ് പറയും യു ആർ അൺബിലീവബിൾ. ലൂഫി വിചാരിച്ചിട്ട് പോലും ബിഗ് മോമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. ആ സ്ഥാനത്ത് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? വെറുതെ ആവശ്യമില്ലാതെ ആവേശം കയറി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. തൽക്കാലം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ആ ക്വീൻ ആൻഡ് ടീം അവരാണെങ്കിൽ ട്രാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ തീർന്നു പോയ സൂപ്പിന്റെ പാത്രം അത് തന്നെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു ട്രാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ലൂഫിയുടെ പിന്നാലെ ഓടി ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വലിയ സൂപ്പിന്റെ പാത്രം കാണുകയാണ്. വാവ്, എനിക്ക് ആവശ്യമുള്ള സൂപ്പ് അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ബിഗ് മോം ആണെങ്കിൽ ആ പാത്രത്തിന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ ദൂരത്തായിട്ട് ഒളിച്ചിരിക്കുന്നവര് പരസ്പര സിഗ്നൽ കൊടുക്കും അവൾ ആ ട്രാപ്പിനടുത്ത് എത്തിയെന്ന്. മോം ആണെങ്കിൽ ആ പാത്രം അത് തുറന്നു നോക്കും. അതിനകത്താണെങ്കിൽ സൂപ്പില്ല. കൺട്രോൾ പോയ ബിഗ് മോം ലൂഫി അതിനിടയിൽ നീ അതും കുടിച്ചു തീർത്തു അല്ലേ? തീർച്ചയായിട്ടും ഇതിന് നീ ഭവിക്കുമെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഓടും. ആ ക്വീന് അവനാണെങ്കിൽ വമ്പ ഫോഴ്സിൽ അവൻ ട്രാൻസ്ഫോം ചെയ്ത് അവൾക്ക് നേരെ പറന്നു വരികയാണ്. ബിഗ് മോം ഇത്തവണ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ അടി വന്ന് വീഴുകയാണ്. ആ ഒരു അടിയിൽ ആ ഒരു ഭാഗം മുഴുവനായിട്ട് തകരും. ലൂഫിയും ചുറ്റുമുള്ളവരും അവരങ്ങനെ അമ്പരന്ന് ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. സോൾജേഴ്സ് ആണെങ്കിൽ തുള്ളിച്ചാടും. ക്വീൻ അദ്ദേഹത്തിന്റെ പവർ കാണിച്ചു. ബിഗ് മോമിനെ ക്വീൻ തോൽപ്പിച്ചു. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ കണ്ണൊക്കെ അങ്ങനെ മുകളിലേക്ക് തള്ളി പതിയെ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും അവൾക്ക് തലയ്ക്ക് കിട്ടിയ ആഘാതത്തിൽ ഇപ്പൊ പതിയെ അവളുടെ മെമ്മറീസ് എല്ലാം തിരികെ വരിക. മെമ്മറീസ് എല്ലാം തിരികെ കിട്ടിയ ബിഗ് മോം അവൾ ഉച്ചത്തിൽ അങ്ങനെ അലറി നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.